نشهد أن سيدنا محمدا عبده ورسوله أرسله بدين الهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാനാദരവുകളുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മേവരെയും ഈ പരിശുദ്ധമായ പള്ളിയിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ നഈമിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളെയും പിഴവുകളെയും കാരുണ്യക്കടലായ തമ്പുരാൻ വിട്ടുകുറിച്ച് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, നമ്മെ സ്നേഹിച്ചിരുന്നവർ, സഹായിച്ചവർ, പഠിപ്പിച്ചവർ, അല്ലാഹു അവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, മർഹമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും നാളെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ റജബ് മാസത്തിലെ അതിശ്രേഷ്ഠമായ രാപ്പകലുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ അദ്ദേഹം ആ ജീവിതത്തിലുണ്ടായ അത്ഭുതങ്ങളിൽ ഒന്നാണ് ഇസ്റാ മിഅ്റാജ് എന്നത്. പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ എടുത്തു പറയാവുന്ന അത്ഭുതങ്ങൾ പലതാണ്. അതിൽ ചന്ദ്രൻ പിളർന്ന സംഭവങ്ങളുണ്ട്. അതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വിശുദ്ധിയെയും സത്യസന്ധതയെയും എടുത്തു കാണിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് മുമ്പിൽ ചെയ്ത പല കാര്യങ്ങളുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇസ്റാ മിഅ്റാജ് എന്നത്. ഇസ്റാ മിഅ്റാജ് എന്താണെന്ന് നമുക്കറിയാം. പരിശുദ്ധ ഖുർആൻ അതിനെ വളരെ കൃത്യമായി വിവരിക്കുന്നുണ്ട്. ഇസ്റാ മിഅ്റാജിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ അതിൻ്റെ അത്ഭുതത്തെ കുറിച്ചെല്ലാം വളരെ കൃത്യമായി നമ്മളെ ബോധിപ്പിക്കുന്നുണ്ട്. മഹത്തായ ഖുർആൻ സൂറത്തുൽ ഇസ്റാ എന്ന ഒരു അധ്യായം തന്നെ ഖുർആനിൽ അങ്ങനെ ആ പേരിൽ ഇസ്റാ എന്ന പേരിൽ ഒരു അധ്യായം തന്നെ കൊടുക്കുകയാണ്. ഒരു സൂറത്ത് തന്നെ ഇസ്റാ എന്ന പേരിലാകുമ്പോൾ അതിൻ്റെ ഗൗരവം എത്ര കണ്ട് ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നമ്മൾ വിശ്വസിക്കുന്ന അല്ലാഹുവിന്റെ കലാം എന്ന് നമ്മൾ വാഴ്ത്തി പറയുന്ന പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിന്റെ ഒരു അധ്യായം തന്നെ സൂറത്തുൽ ഇസ്റാ എന്നാണ്. അതിന്റെ ഒന്നാമത്തെ ആയത്ത് ഇപ്രകാരം ഓതാം: സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. പരിശുദ്ധ ഖുർആൻ പറയുകയാണ് സുബ്ഹാന, സുബ്ഹാന എങ്ങനെയുള്ള തമ്പുരാൻ. ആ തമ്പുരാൻ വളരെ പവിത്രനായിരിക്കുന്നു, വിശുദ്ധനായ തമ്പുരാൻ. ആ തമ്പുരാൻ അല്ലദീ എങ്ങനെയുള്ളവനാണ് അവൻ. അസ്റാ ബിഅബ്ദി, അവൻ തന്റെ അടിമയുമായിട്ട് ഇസ്റാ രാപ്രയാണം നടത്തി. എവിടെ നിന്ന്? ലൈലൻ, രാത്രിയിലൻ. അസ്റാ ബിഅബ്ദിഹി ലൈലൻ, രാത്രിയിൽ തന്റെ അടിമയുമായി രാപ്രയാണം നടത്തി. أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى. എവിടെ നിന്ന് എവിടെ വരെയാണ്? മസ്ജിദുൽ ഹറാമിൽ നിന്ന്
മസ്ജിദുൽ അഖ്സ വരെ. അല്ലദീ ബാറക്നാ ഹൗലഹു, ആ മസ്ജിദുൽ അഖ്സയുടെ ആ ചുറ്റുഭാഗങ്ങളെ നാം ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവർക്ക് കാണിച്ചു കൊടുക്കാൻ ആ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചുള്ള ബോധ്യമുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, തീർച്ചയായും അല്ലാഹു എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണ്. ഇത്തരത്തിലാണ് സൂറത്തുൽ ഇസ്രാഇന്റെ 1-ാമത്തെ ആയത്ത് അല്ലാഹു തആല പറഞ്ഞു വയ്ക്കുന്നത്. ഈ ആയത്തിന്റെ ആന്തരാർത്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും, സുബ്ഹാന എന്ന പദം എവിടെ ഉപയോഗിക്കുന്നോ അതൊരു തഅജ്ജുബിന് വേണ്ടിയാണ്, അത്ഭുതത്തിന് വേണ്ടിയാണ്. അത്ഭുതം പറയാൻ സുബ്ഹാന, ആ റബ്ബ് എത്രയോ പരിശുദ്ധനാണ്. അങ്ങനെ പറയാൻ ഒരു അത്ഭുതം അവിടെ ഉണ്ടാകണമല്ലോ. ആ അത്ഭുതം എന്താണ്? ആ അത്ഭുതം എന്ന് പറയുന്നത് ഒരൊറ്റ രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന്, മക്കയിൽ നിന്ന് അങ്ങ് ഫലസ്തീനിലുള്ള മസ്ജിദുൽ അഖ്സ വരെ ഇസ്രാ രാപ്രയാണം നടത്തി എന്നുള്ളത് മറ്റൊരു അത്ഭുതമാണ്. ആ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ആകാശ ലോകത്തേക്ക്, അള്ളാഹുവിന്റെ ചാരത്തേക്ക് നടത്തിയ മിഅ്റാജ് എന്ന യാത്ര. ഇസ്രാഇന്റെ അർത്ഥം രാപ്രയാണം എന്നാണ്. രാത്രിയിൽ യാത്ര ചെയ്യുന്നതിനാണ് രാപ്രയാണം എന്ന് പറയാം. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ അറജ എന്ന വാക്കിൽ നിന്നുള്ളതാണ്. കയറി പോവുക, കോണികൾ കയറുക എന്നതാണ് മിഅ്റാജിന്റെ അർത്ഥം. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ അത് ഈ ഭൂമി ലോകത്ത് നിന്ന് ആകാശ ലോകത്തേക്ക് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറിപ്പോയതിനെ കുറിച്ചാണ് ആ മിഅ്റാജ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിഅ്റാജും ഇസ്രാഉം രണ്ടും നടത്തിയത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്ന സ്വഹീഹായ എല്ലാ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. ഇസ്രാ മിഅ്റാജ് നടത്തിയത് ബുറാഖ് എന്ന അത്ഭുത വാഹനത്തിലാണ്. ബുറാഖ് എന്ന പ്രകാശ വേഗതയേക്കാൾ മിന്നുന്ന വേഗതയുള്ള അത്ഭുത വാഹനത്തിലാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ രാപ്രയാണം നടത്തിയത് എന്ന് സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ കഴിയും. അത്തരത്തിൽ നമുക്ക് നിഷേധിക്കാൻ കഴിയാത്ത, ഒരു കാരണവശാലും നിഷേധിക്കാൻ കഴിയാത്ത രണ്ട് യാത്രകളാണ് ഇസ്രാ മിഅ്റാജ് എന്നത്. അതിനെക്കുറിച്ച് ചില ആളുകൾ, ചില പുത്തൻ പ്രസ്ഥാനക്കാർ പറയുന്നുണ്ട് അതൊരു സ്വപ്നമായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. സ്വപ്നമായിരുന്നു എന്ന് പറയുന്നവർ ഈ വാദം ആദ്യമായി മുന്നോട്ട് കൊണ്ടുവന്നത് മുഅ്തസിലും ഹവാരിജുകളുമാണ്. ഖവാരിജുകളും മുഅ്തസിലും പറഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ യാത്ര പോയി എന്നത് ഒരു സ്വപ്നമാണ്, അത് യാഥാർത്ഥ്യമല്ല എന്നവർ പറഞ്ഞു വെച്ചു. അതിനെ പിന്തുടർന്ന് പല പുത്തൻ പ്രസ്ഥാനക്കാരും പുത്തൻ ആശയക്കാരും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഒരു യാത്ര ശരീരം കൊണ്ടല്ല നടത്തിയത്, മനസ്സുകൊണ്ടാണ്, റൂഹ് കൊണ്ടാണ്, സ്വപ്നമായിരുന്നു എന്ന് പറഞ്ഞു വയ്ക്കുന്നവരുണ്ട്. എന്നാൽ അങ്ങനെ ഒരു സ്വപ്നം കാണിക്കുന്നതിൽ എന്താ അത്ഭുതമുള്ളത്? അല്ലെ, നമ്മളൊക്കെ പലപ്പോഴും സ്വപ്നം കാണാറുണ്ട്. രാത്രി കടന്നാൽ മക്കയിൽ പോയി ഹജ്ജ് ചെയ്യുന്നവരും മദീനത്ത് പോയി സിയാറത്ത് ചെയ്യുന്നവരെയൊക്കെ കാണാൻ കഴിയും. രാത്രി കടന്നാൽ പല സ്വപ്നങ്ങളും പല ആളുകളും കാണുന്നുണ്ട്. അമേരിക്കയിൽ പോയി എന്ന് ഒരാൾ സ്വപ്നം കണ്ടാൽ അതിലെന്താ ഇപ്പൊ അത്ര അത്ഭുതം? എന്താണ് എന്ന് ആലോചിച്ചു നോക്കൂ. അതിലെന്താണ് അത്ഭുതം? അതിലെന്ത് അത്ഭുതമാണ് അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ളത്? ഓരോ മനുഷ്യനും അത് കാണാൻ കഴിയില്ലേ? അമേരിക്കയിൽ പോയി വന്ന, ഇന്നലെ രാത്രി ഞാൻ അമേരിക്കയിൽ പോയി വന്നു എന്ന് ഞാൻ സ്വപ്നം കണ്ടിട്ട് പറഞ്ഞാൽ അതൊരു അത്ഭുതമാകുന്നത് എങ്ങനെയാണ്? അത്ഭുതമല്ലല്ലോ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാ സൂറത്തിന്റെ 1-ാമത്തെ ആയത്ത് തന്നെ അത്ഭുതത്തിന്റെ ആയത്താണ് അല്ലാഹു തആല ഒരുക്കി വെച്ചത്. അത്ഭുതമാണ് ആ യാത്ര. ആ യാത്രയെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണ്, സുബ്ഹാനല്ലദീ
അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം എന്നാണ്. അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു വയ്ക്കുന്ന, വിശദീകരിച്ചു വയ്ക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അല്ലാഹു തആല ആ വാചകം ഉപയോഗിച്ചത് അത്ഭുതത്തെ കുറിച്ച് പറയാനാണ്. അത്ഭുതത്തെ കുറിച്ച് പറയാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതൊരു സ്വപ്നമാണ് കണ്ടിരുന്നത് എങ്കിൽ അത്ഭുതമാകുന്നത് എങ്ങനെ? എന്നിട്ട് പറഞ്ഞു മഹാന്മാരായ പണ്ഡിതന്മാർ, അല്ലാഹു തആല ആ വാക്കിനെ കുറിച്ച് സുബ്ഹാന എന്ന് പറഞ്ഞത് കൊണ്ട് അതൊരു അത്ഭുതത്തിന്റെ വാക്കാണ്, അത്ഭുതമാണ്. അറബിയിൽ അത്ഭുതങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ചും ആ വാക്ക്, ആ പ്രയോഗം അങ്ങനെ വരിക. ഇനി രണ്ടാമത് പറഞ്ഞു പോയത് എങ്ങനെയാണ്? അസ്റാ ബി അബ്ദിഹി എന്നാണ്. അസ്റാ ബി അബ്ദിഹി എന്നാണ് തന്റെ അടിമയുമായിട്ട്, അടിമയുടെ മനസ്സോ അല്ലെങ്കിൽ റൂഹോ ആയിട്ടല്ല. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി എന്നാണ് അവിടുത്തെ പ്രയോഗം. അങ്ങനെയാണ് തന്റെ അടിമയുമായി, തന്റെ അടിമയെ, ആ അടിമയുടെ ശരീരവുമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാ പോയി, മിഅ്റാജ് പോയി. ഇത് വിശ്വസിക്കണം, ഇത് വിശ്വസിക്കണം. ഇത് വിശ്വസിച്ചാലാണ് യഥാർത്ഥ ഒരു മുസ്ലിം ആവുകയുള്ളൂ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തോട്ടത്തിൽ ജോലി എടുക്കുമ്പോഴാണ് ശത്രുക്കൾ വന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നത്, നീ കേട്ടില്ലേ, നീ ഒരു വാർത്ത കേട്ടോ, നിന്റെ ഭ്രാന്തനായ കൂട്ടുകാരൻ ഒറ്റ രാത്രി കൊണ്ട് അതാ മസ്ജിദുൽ അഖ്സയിൽ പോയി വന്നു എന്ന കഥ മക്കത്താകെ പറഞ്ഞു വരുത്തുന്നുണ്ട്. ആ വാർത്ത നീ കേട്ടില്ലേ എന്നാണ് ചോദിച്ചത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അത് മുഹമ്മദാണോ പറഞ്ഞത് എന്ന് ചോദിച്ചു. തിരിച്ചു ചോദിച്ചു, വന്നയാളോട് ചോദിച്ചത്, അത് മുഹമ്മദാണോ പറഞ്ഞത്? മുഹമ്മദാണോ പറഞ്ഞതെങ്കിൽ അത് സത്യമാണ്. മുഹമ്മദ് അൽ അമീനാണ്, നുണ പറയാത്തവനാണ് മുഹമ്മദ്. അതുകൊണ്ട് മുഹമ്മദാണ് പറഞ്ഞതെങ്കിൽ ഉസദ്ദിഖുഹു, ഞാൻ അവനെ വാസ്തവീകരിക്കുന്നു, ഞാൻ അവനെ സത്യമാക്കുന്നു എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. എന്നാൽ ആ ഒരൊറ്റ വാചകത്തിൽ നിന്നാണ് മഹാനായ അബൂബക്കർ എന്ന പേര് മാറ്റി അസ്-സിദ്ദീഖ് എന്ന പേര് വന്നത് എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. വാസ്തവീകരിച്ചവൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാചകത്തെ അത് അപ്രകാരം വാസ്തവീകരിച്ചവർ. ഖുറൈശികൾ ഈ വാർത്ത കേട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുറ്റും കൂടി. എന്നിട്ട് ചോദിച്ചു, അങ്ങനെയാണ് എങ്കിൽ മസ്ജിദുൽ അഖ്സയിൽ മുഹമ്മദ് ഇന്ന് വരെ ഞങ്ങൾ പോയിട്ട് കണ്ടിട്ടില്ല. മുഹമ്മദ് ചെറുപ്പം മുതലേ മസ്ജിദുൽ അഖ്സയിൽ പോയ ഒരാളല്ല, ഫലസ്തീനിൽ പോയിട്ടില്ല എന്നാണ്. ഫലസ്തീനിൽ പോകുന്ന വഴിക്ക് പ്രത്യേകിച്ച് ചില തടസ്സങ്ങൾ ഉണ്ടായി തിരിച്ചു വന്ന ചരിത്രമാണ് മുഹമ്മദിനുള്ളത്. മുഹമ്മദ് മസ്ജിദുൽ അഖ്സയിൽ ഇതിനു മുമ്പ് പോയിട്ടില്ല. ഇവിടെ പോയി വന്ന ഖുറൈശികളായ കച്ചവടക്കാരായ ആളുകൾ ചുറ്റും കൂടിയിട്ട് ചോദിച്ചു, അങ്ങനെയാണ് എങ്കിൽ ഈ മസ്ജിദുൽ അഖ്സയ്ക്ക് എത്ര വാതിലുകളുണ്ട്, എത്ര ജനലുകളുണ്ട്, ഇന്ന വാതിൽ എത്ര, ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു. ഈ ആളുകൾ വന്നിട്ട് പരീക്ഷണാർത്ഥം ചോദിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനു ഒട്ടും പിഴവ് വരുത്താതെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന്റെ വാതിലുകളെ കുറിച്ചും ജനലുകളെ കുറിച്ചും ആ വാതിലിന്റെ പേരുകളടക്കം പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രവും ഹദീസും നമ്മളെ പഠിപ്പിക്കുകയാണ്. അത്തരത്തിൽ ഇസ്രാ പോയതിനെ കുറിച്ച് വിശദീകരിച്ചു പറഞ്ഞു. അങ്ങനെ പോകുന്ന സമയത്ത് ഇന്ന ഗോത്രത്തിൽപ്പെട്ട ഒരു സംഘം ഒട്ടകത്തെ ഞാൻ കണ്ടു. ഒരു സംഘം ഒട്ടകത്തെ, ഇന്ന ഗോത്രക്കാരുടെ ഒട്ടകമാണ്, മക്കയിലെ പ്രശസ്തരായ ഒരു ഗോത്രത്തിന്റെ ഒട്ടകമാണ്. ആ ഒട്ടക സംഘത്തെ ഞാൻ കണ്ടു. ഇന്നലെ രാത്രി ആ ഒട്ടകത്തിൽ നിന്ന് 2 ഒട്ടകം മിസ്സായിട്ടുണ്ട്. ആ ഒട്ടകത്തെ അന്വേഷിച്ച് ഇടയന്മാർ നടക്കുന്നതും പോകുന്ന വഴിക്ക് ഞാൻ കണ്ടു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ രാത്രി കൊണ്ട്
ഒറ്റ രാത്രി കൊണ്ട് പോകാൻ കഴിയാത്ത ആ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇസ്രാ പോയി എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഫ്ലൈറ്റ് മാർഗങ്ങളുണ്ട്, പലവിധ യാത്രാ സഞ്ചാര മാർഗങ്ങളുണ്ട്. എന്നാൽ അന്നേ കാലഘട്ടത്തിൽ 4 ദിവസം 5 ദിവസം യാത്രാ ദൂരമുള്ള സ്ഥലത്തേക്കാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റ രാത്രിയിൽ പോയി എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അവിടെ വിശ്വസിക്കാൻ പ്രയാസം വന്നത്. അതുകൊണ്ടാണ് മുഹമ്മദ് ഭ്രാന്ത് പറയാണ്, മുഹമ്മദ് സത്യമല്ല പറഞ്ഞത് എന്ന് ആളുകൾ പറഞ്ഞത്. അതുകൊണ്ടാണ്. എന്നാൽ ഇന്നത് പറഞ്ഞാൽ വിശ്വസിക്കും. കാരണം എന്താ, അരമണിക്കൂർ ദൂരമുള്ളൂ. ഫ്ലൈറ്റ് ദൂരത്തിൽ പോയാൽ അരമണിക്കൂർ കൊണ്ട് എത്തിച്ചേരും. അങ്ങനെയുള്ള ദൂരമുള്ള സ്ഥലത്തേക്കാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാലഘട്ടത്തിൽ പോയത്. ഇനി രണ്ടാമത്തെ അത്ഭുതം മിഅ്റാജ്. മിഅ്റാജ് എന്ന അത്ഭുതം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഇസ്രാ മിഅ്റാജ് പോകുന്നതിന് ഒരു ചരിത്രമുണ്ട്. ഇസ്രാ മിഅ്റാജ് പോകുന്നതിന്റെ പ്രത്യേകമായ ചരിത്രം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദുഃഖത്തിന്റെ ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. ആ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ആമുൽ ഹുസ്ൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ മഹാനായ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പ, വളർത്തുവാപ്പ, വളർത്തിയത് മൂത്താപ്പയാണ്. ആ അബൂ ത്വാലിബിന്റെ മരണം മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദുഃഖിപ്പിച്ചു. എങ്ങനെയാണ് മരണം? വിശ്വസിക്കാതെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തു പോയിരുന്ന് കെഞ്ചി കാലി പിടിച്ചുകൊണ്ട് അബൂ ത്വാലിബിനോട് പറയുന്നുണ്ട്, അങ്ങ് വിശ്വസിക്കണമെന്ന്. പക്ഷെ വിശ്വസിച്ചില്ല. അങ്ങനെ വിശ്വസിക്കാതെയുള്ള ആ മരണം മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പത്നിയായ ഖദീജ ബീവിയുടെ മരണവും അതേ വർഷം തന്നെ ഉണ്ടായി. അതുകൊണ്ടാണ് അതിനെ ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്ന പേരിൽ ആ വർഷത്തെ അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു പ്രത്യേകമായ സമയം എന്ന് മാത്രമല്ല, ഖുറൈശികളുടെ ഉപദ്രവങ്ങൾ ഇങ്ങനെ അടിക്കടിയായി തുടരെയായി നേരിട്ടിരുന്ന ഒരു വർഷം കൂടെയായിരുന്നു ആ വർഷം. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താങ്ങായിരുന്ന അബൂ ത്വാലിബും മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹുവിന്റെയും മരണം താങ്ങാതെ പ്രയാസപ്പെട്ടിരിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറ്റൊരു സന്തോഷം ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് മിഅ്റാജാണ്. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് അല്ലാഹുവിന്റെ പാർശ്വം വരെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ യാത്രയാണ് മിഅ്റാജ് എന്ന് പറയാ. അല്ലാഹുവിന്റെ പാർശ്വം വരെ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നുപോയി എന്നാൽ അതും നടത്തിയത് ബുറാഖ് എന്ന അത്ഭുത വേഗതയുള്ള വാഹനത്തിലാണ്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ കഴിയും. ആ യാത്രയിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് മഹാന്മാരായ അല്ലാഹുവിന്റെ പ്രവാചകന്മാരായ ഒരുപാട് പ്രവാചകന്മാരെ ആ യാത്രയിൽ വെച്ച് കാണുന്നുണ്ട്. ഒന്നാം ആകാശത്ത് വെച്ച് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടിയെന്നും രണ്ടാം ആകാശത്ത് വെച്ച് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടിയെന്നും അങ്ങനെ ആ ഹദീസ് അങ്ങനെ നീണ്ടു പോകുമ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അന്നേ ദിവസം ഉണ്ടായ അത്ഭുതകരമായ ഒരു കാര്യമാണ്. അതെന്താണ്? അല്ലാഹുവിനെ കാണാൻ പറ്റി എന്നതാണ്. അല്ലാഹുവിനെ കാണാൻ പറ്റി എന്നതാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, സുമ്മ ദനാ ഫതദല്ല ഫകാന ഖാബ ഖൗസൈനി ഔ അദ്ന. അല്ലാഹു തആല പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുമ്മ ദനാ ഫതദല്ല, അല്ലാഹുവിലേക്ക് അടുത്തു നിന്നു, അല്ലാഹുവിലേക്ക് ചേർന്ന് നിന്നു. അതെങ്ങനെയാണ്? എത്ര ദൂരമാണ്? ഫകാന ഖാബ ഖൗസൈനി ഔ അദ്ന, 2 വില്ലുകളുടെ ദൂരമേ അല്ലാഹുവുമായിട്ട് ഇനിയുള്ളൂ. ആ ഒരു സമയം വരെ, ആ ഒരു ദൂരം വരെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തു നിന്നു എന്നാണ്. ഇതെങ്ങനെ അത്ഭുതമാകും? മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്ത് വെച്ച് അല്ലാഹുവിനെ കാണണമെന്ന് സാക്ഷ്യം പിടിച്ച ചരിത്രം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞു, മൂസ, നിനക്ക് എന്നെ കാണാൻ കഴിയില്ല, നിനക്കെന്നെ കാണാൻ നിന്റെ ഈ ജൈവ നേത്രങ്ങളെ കൊണ്ട് നിനക്കെന്നെ കാണാൻ കഴിയില്ല മൂസ, അത് അസംഭവ്യമാണ് എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്.
നമുക്കറിയാം ജൈവ നേത്രങ്ങളാണ് നമുക്കുള്ളത്. നമുക്കുള്ള നേത്രങ്ങൾ വെറും വെള്ളത്തിന്റെയും രക്തത്തിന്റെയും മാംസത്തിന്റെയും പവറിൽ നിൽക്കുന്നതാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് കാഴ്ചകളില്ല. ഈ ഭൂമി ലോകത്തിന്റെ അപ്പുറത്തേക്കുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് മരണപ്പെടുന്നയാള് ആ മരണപ്പെടുന്ന റൂഹ് പിടിക്കപ്പെടുന്ന സമയം മുതൽ അന്ത്യലോകത്തെ കുറിച്ചും അതേപോലെ ആഖിറത്തെ കുറിച്ചുമെല്ലാം കാണാൻ കഴിയും. അദ്ദേഹത്തിന് മലക്കിനെ കാണാൻ കഴിയും, മലക്കുൽ മൗത്തിനെ കാണാൻ കഴിയും. പേടിപ്പെടുത്തുന്ന രൂപത്തിലായിരിക്കും അവർ ഉണ്ടായിരിക്കുക. ചില ആളുകളെ പിടിക്കപ്പെടുമ്പോ പേടിപ്പെടുത്തുന്ന രൂപത്തിലാണ് അവർ വരിക എന്നാണ്. കുഫാറുകളായ അല്ലെങ്കിൽ ഈ ലോകത്ത് ധിക്കാരികളായി ജീവിച്ച ആളുകളെ മലക്കുകൾ പിടിക്കുമ്പോ പേടിപ്പെടുത്തുന്ന രൂപത്തിലാണ് അവർ വന്നുകൊണ്ട് പിടിക്കുക എന്ന്. അങ്ങനെ അവരെ കാണാനുള്ള കാഴ്ച ഈ മനുഷ്യന് കിട്ടും. എപ്പോഴാണ്? റൂഹിനെ വലിക്കപ്പെടുമ്പോഴാണ്. റൂഹിനെ വലിക്കപ്പെടുമ്പോ നമ്മുടെ കാഴ്ചകൾ മാറും, നമ്മൾ കാണുന്ന രീതികൾ മാറും, നമുക്കുള്ള അനുഭവങ്ങൾ മാറും, എല്ലാം മാറും. എന്നാൽ മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞു, മൂസ, നിനക്ക് എന്നെ കാണാൻ കഴിയില്ല, നിന്റെ ജൈവ നേത്രങ്ങളെ കൊണ്ട് നിനക്ക് എന്നെ കാണാൻ കഴിയില്ല മൂസ എന്ന് പറഞ്ഞപ്പോ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അല്ല റബ്ബേ, എനിക്ക് എന്നെ കാണണം, എന്റെ മനസ്സിലൊരു തൃപ്തി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ അല്ലാഹു തആല പറഞ്ഞു, അങ്ങനെയാണ് എങ്കിൽ നീ 40 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം തൂരി സീനാ പർവ്വതത്തിന്റെ മുകളിലേക്ക് നീ എന്നെ കാണാൻ വരി എന്ന് പറഞ്ഞപ്പോ മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു പറഞ്ഞ നിബന്ധനകളെല്ലാം അനുസരിച്ചുകൊണ്ട് 40 ദിവസത്തെ വ്രതാനുഷ്ഠാനം എടുത്തുകൊണ്ട് മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൂരി സീനാ പർവ്വതത്തിന്റെ മുകളിലേക്ക് ചെല്ലുകയാണ്. എന്തിനു വേണ്ടിയാണ്? അല്ലാഹനെ കാണാൻ വേണ്ടിയാണ്. വളരെ സന്തോഷത്തിലാണ് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉള്ളത്. അങ്ങനെ അല്ലാഹുവിന്റെ ആ ദിവ്യ പ്രകാശം തൂരി സീനാ പർവ്വതത്തിന്റെ മുകളിൽ വന്നപ്പോ അല്ലാഹു തആല പറഞ്ഞു, മുകളിലേക്ക് നോക്ക് മൂസ എന്ന് പറഞ്ഞപ്പോൾ ആ നോട്ടത്തോടുകൂടെ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിലംപരിശായി ഖറ മൂസ സൈക എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഖറ മൂസ സൈക, മൂസ നിലംപരിശായി, മൂസ ബോധം കെട്ടുപോയി നിലത്തു വീണു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അല്ലാഹനെ കാണാൻ പറ്റിയില്ല മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്. നഗ്ന നേത്രങ്ങളെ കൊണ്ട്, ജൈവ നേത്രങ്ങളെ കൊണ്ട് അല്ലാഹുവിനെ കാണാൻ കഴിഞ്ഞ ഒരേ ഒരു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ പ്രവാചകനല്ലാതെ മറ്റൊരു പ്രവാചകനും അല്ലാഹുവിനെ കണ്ടിട്ടില്ല. അത് മിഅ്റാജിന്റെ രാത്രിയിലാണ് അല്ലാഹു തആല ആകാശ ലോകത്തേക്ക് കൊണ്ടുപോയിട്ടാണ് ഈ ലോകത്ത് വച്ചല്ല അല്ലാഹുവിനെ കണ്ടത്. അല്ലാഹുവിനെ കാണാൻ പറ്റിയ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അല്ലാഹുവുമായി മുനാജാത്ത് നടത്തി, നേരിട്ട് അഭിമുഖ സംഭാഷണം നടത്തി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇതിനെ വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ, ഇതിനെ വിശ്വസിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മുനാജാത്ത് നടത്തിയ ചരിത്രത്തെ തള്ളിക്കളയുന്നവർ ഇസ്ലാമിന്റെ പരിധിയിൽപ്പെട്ടവരല്ല, ഇസ്ലാമിന്റെ ദായിറയിൽപ്പെട്ടവരല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നടത്തിയ യാത്രയുടെ അനുസ്മരണമാണ് ഓരോ റജബ് 27. അതുകൊണ്ട് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, അന്നത്തെ ആ സന്തോഷത്തിന് പകരമായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായ അന്നത്തെ സന്തോഷത്തിന്റെ പകരമായി ആ ദിവസത്തെ പകലിൽ നോമ്പനുഷ്ഠിക്കുകയും ആ ദിവസത്തിന്റെ രാത്രിയിൽ നല്ല അമലുകൾ ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് ആ ദിവസത്തെ ജീവിപ്പിക്കണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി വെക്കുന്നുണ്ട്. ഇഹ്യാ ഉലൂമുദ്ദീനിൽ മഹാനായ ഗസാലി ഇമാം പറയുന്നുണ്ട്, ആ ദിവസം നോമ്പ് പിടിക്കൽ പ്രത്യേകമായ സുന്നത്താണ്. ഈ ലോകത്തിന്, ഈ ഉമ്മത്തിന് അനുസ്മരിക്കപ്പെടാൻ പറ്റിയ ഏറ്റവും വലിയ ദിവസങ്ങളാണ്, ഏറ്റവും വലിയ ദിവസങ്ങളിൽപ്പെട്ട ദിവസങ്ങളാണ് റജബ് 27. അതുകൊണ്ട് തന്നെ ആ ദിവസം പ്രധാനപ്പെട്ടതാണ് എന്ന് മഹാനായ ഗസാലി ഇമാം രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ആ ദിവസം നോമ്പനുഷ്ഠിക്കാൻ എല്ലാ മുഅ്മിനീങ്ങളും കാലാകാലമായി കടന്നു വരുന്ന ഒരു ചര്യയാണ് റജബ് 27 നോമ്പ് എന്ന കാര്യം നിങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നമുക്കറിയാം റജബ് 27 രാവ് തിങ്കളാഴ്ച അസ്തമിച്ചതിന് ശേഷമാണ്. തിങ്കളാഴ്ച
അസ്തമിച്ചതിന് ശേഷമാണ് റജബ് 27-ന്റെ രാവ്, ചൊവ്വാഴ്ച പകലിലാണ് നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. അതുകൊണ്ട് ആ നോമ്പ് വളരെ പ്രാധാന്യത്തോടുകൂടെ, ആ ഒരു നിയ്യത്തോടുകൂടെ റജബ് 27-ന്റെ സുന്നത്ത് നോമ്പ്, മെഹറാജിന്റെ ഇസ്രാഇന്റെ സുന്നത്ത് നോമ്പ് ഞാൻ അനുഷ്ഠിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്താൽ മതിയാകുന്നതാണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ആ ദിവസം വളരെ പ്രാധാന്യത്തോടുകൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടാകണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു. ബിഹഖ്ഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. മറ്റൊരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ വരുന്ന 26-ാം തീയതി നമുക്കറിയാം റിപ്പബ്ലിക് ഡേ ആണ്. ആ റിപ്പബ്ലിക് ഡേയോടനുബന്ധിച്ച് നമ്മുടെ മദ്രസ വിദ്യാർത്ഥികളും നാട്ടുകാരും അടങ്ങുന്ന ഒരു സംഘം ഇൻഷാ അല്ലാഹ് ഇവിടെ പതാക ഉയർത്തൽ ചടങ്ങുണ്ട്. രാവിലെ, ഞായറാഴ്ച രാവിലെ 8 മണിക്ക് ഇൻഷാ അല്ലാഹ് അതിൽ കഴിയുന്നവരെല്ലാം പങ്കെടുക്കുക. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളുടെ നിയ്യത്തുകളെയെല്ലാം നീ ഹാസിലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളെയും മാറ്റിത്തരണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വേദനകളും നീ മാറ്റിത്തരണേ അല്ലാഹ്. അതുപോലെ ഗസയിൽ അല്ലാഹുവേ ഫലസ്തീനികൾക്ക് നീ സമാധാനം നൽകണേ അല്ലാഹ്. അവരുടെ വിജയശ്രമങ്ങളെ നീ പൂർവാധികം ശക്തിപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ അവർക്ക് ഞങ്ങൾക്കും എല്ലാം നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്, പ്രതിസന്ധി അനുഭവിക്കുന്നവരുണ്ട്, അതുപോലെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവർക്കെല്ലാം നീ ശിഫ നൽകണേ അല്ലാഹ്. അവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, പഠിപ്പിച്ചവർ, അവർക്കെല്ലാം നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. നൽകണേ തമ്പുരാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.